ഖത്തർ ലോകകപ്പിന് ശേഷം ഫ്രഞ്ച് ആരാധകരുടെ കണ്ണിലെ കരടാണ് അർജന്റൈൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. ലോകകപ്പ് കഴിഞ്ഞ് 3 കൊല്ലമായെങ്കിലും കലിപ്പിന് ഒട്ടും കുറവില്ല. ചാമ്പ്യൻസ് ലീഗിൽ PSG-യുമായുള്ള മത്സരത്തിനെത്തിയ അസ്റ്റൺ വില്ല ഗോൾ കീപ്പറെ ഫ്രഞ്ച് കാണികൾ കൂവി വിളിച്ചും അസഭ്യ പ്രയോഗങ്ങൾ നടത്തിയുമാണ് വരവേറ്റത്. മത്സരത്തിനിടെയും ഇത് തുടർന്നു. എമിലിയാനോയെ രൂക്ഷമായി വിമർശിച്ച് 1998 ലോകകപ്പ് നേടിയ ടീമിലെ അംഗമായ ഫ്രഞ്ച് താരം ഇമ്മാനുവൽ പെറ്റിറ്റ് രംഗത്തെത്തി. ഈ പ്രശ്നങ്ങൾ അതിരുകടന്നതിന്റെ ഉത്തരവാദി മാർട്ടിനസ് ആണ്. കളിക്കുന്നതിന് അതിരു വേണം. ഒരിക്കലും അത് അപകീർത്തിപ്പെടുത്തുന്നതിലേക്കും അനാദരവിലേക്കും നീങ്ങരുത്. അവൻ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് ചികിത്സയിലൂടെ കടന്നു പോകണം. അവൻ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കേണ്ടതുണ്ടെന്നും പെറ്റിറ്റ് പറഞ്ഞു. ബുധനാഴ്ച രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ആദ്യപാദത്തിൽ അസ്റ്റൺ വില്ലയെ PSG 3-1 തോൽപ്പിച്ചിരുന്നു. 2022 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ എംബാപ്പയെ പരിഹസിച്ചുകൊണ്ടുള്ള എമിലിയാനോയുടെ ആഘോഷ പ്രകടനം വലിയ വിവാദമായിരുന്നു. കൂടാതെ 2024 കോപ്പ വിജയത്തിന് ശേഷം ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ അർജന്റീന കളിക്കാർ വംശീയ ചാഞ്ചുകൾ ചൊല്ലിയതും ഫ്രാൻസ് ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. പോയ വർഷം യുവേഫ കോൺഫറൻസ് ലീഗിൽ ലിലയ്ക്കെതിരെ പന്ത് തട്ടാനെത്തിയപ്പോഴും ഫ്രഞ്ച് കാണികൾ എമിലിയാനോയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.